Greetings to you all in the matchless name of our Lord and Savior Jesus Christ. ഇന്ന് എൻ്റെ ഹൃദയത്തെ തെറ്റില്ല ഒന്നിരണ്ട് വാക്കുകൾ പറയുമ്പോൾ May He give you the desire of your heart and make all your plans succeed. നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളും പ്ലാൻസും ദൈവം സക്സീഡ് ചെയ്ത് ഇപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് ദൈവത്തിൻ്റെ അടുത്താണ്. വേറെ ആരുടെ അടുത്ത് പറയരുത്. അതാണ് ദൈവം അത് സക്സീഡ് ചെയ്യും. Some trust in chariots and some trust in horses, but we trust in the name of Lord our God. ഇപ്പോൾ ചില രഥകളിലും ചില കുതിരകളിലും ആശ്രയിക്കും, പക്ഷെ നമ്മളോട് ദൈവമായ യഹോവയെ കീർത്തിക്കും. ഇപ്പോൾ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട്, ശത്രുക്കൾ വിഷമം പ്രാർത്ഥിക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ ഒരു നൂല് വെച്ചു. 30 ദിവസം കഴിയാതെ ഒരു വിപത്ത് പ്രാർത്ഥിക്കണം. അപ്പോ ഇത് കേട്ടിട്ടും അവര് അത് ചെയ്തില്ല. ഈ എല്ലാം ഊതുന്ന സമയത്തും എല്ലാവരും വളർത്തുന്ന സമയത്തും ഈ 3 ആൾക്കാർ മാത്രം ഇത് അതാണ് ശത്രുക്കൾ വിഷക്കാൻ പറ്റുള്ളൂ. നെബൂഖദ്നേസർ സെക്കൻഡ് ചാൻസ് കൊടുത്താലും അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ദൈവത്തെ ആശ്രയിക്കത്തില്ല. എന്നിട്ട് അവിടുത്തെ 6 ഗാർഡ്സിനെ വിളിച്ചിട്ട് അവരുടെ കയ്യും കാലും എടുത്ത് ആ തീച്ചൂലയിലിട്ടു. അവരുടെ കയറുകൾ മാത്രം ഒതുങ്ങിപ്പോയുള്ളൂ. എന്നിട്ട് നെബൂഖദ്നേസർ നോക്കിയപ്പോൾ ഫിലിസ്ത്യനെടുത്ത് പറയും, നമ്മൾ എത്ര പേരെ തീച്ചൂലയിലിട്ടു? ഫിലിസ്ത്യർ പറയും 3 പേരെ ഇട്ടിട്ടുള്ളൂ. അവർ നെബൂഖദ്നേസർ പറയും അവിടെ 4 പേരുണ്ട്, ആ 4ാമത്തെ ആളാണ്. അപ്പൊ അവർ നെബൂഖദ്നേസർ തന്നെ അവരാണ് അവരുടെ ദൈവം, അവരെ സൂക്ഷിക്കുന്ന ദൈവം, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന ദൈവം അവർക്ക്. അപ്പൊ നെബൂഖദ്നേസർ വിളിച്ചു അവർ പുറത്ത്. അപ്പൊ അവർ പുറത്തേക്ക് വന്നു. ഒരു തീരെ മണം പോലും കിട്ടില്ല, കൈയൊന്നും പൊള്ളിട്ടൊന്നുമില്ല. എന്നിട്ട് നെബൂഖദ്നേസർ പറഞ്ഞു, ഇവരുടെ ദൈവം മാത്രം ആശ്രയിക്കണം, ഞാൻ വരുന്നത് വരെ. അപ്പോ എല്ലാവരും ദൈവത്തെ ആശ്രയിക്കണം. താങ്ക് യു.